ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഓല എടുത്തതിന് ശേഷം നമ്മൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് EV ചൂസ് ചെയ്തു, എന്താണ് ഈ വണ്ടി ചൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വണ്ടിയുടെ നമ്മുടെ ഓലയുടെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെൽക്കം ബാക്ക് അഗൈൻ. ജോഫീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ളത് ഓല S1X ജനറേഷൻ 3 4 കിലോവാട്ടിന്റെ വേരിയന്റ് ആണ്. അതായത് 4 കിലോവാട്ടിന്റെ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ബേസ് വേരിയന്റ് ആണ്. ബേസ് വേരിയന്റ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേ വരാത്ത മോഡൽ, അതായത് ടച്ച് ഡിസ്പ്ലേ വരാത്ത മോഡൽ, ബേസിക് ആയിട്ടുള്ള ബേസ് വേരിയന്റ് ആണ് ഇതിനെ ഓല കോമൺലി വിളിക്കുന്നത്. ആ വേരിയന്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് എടുക്കാനുള്ള കാരണം ഇതിൽ ഒരു പ്രാക്ടിക്കൽ വെഹിക്കിൾ നോക്കിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സോ അതുപോലെ തന്നെ ഒരുപാട് ഓവർ ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ബേസിക് ആയിട്ടുള്ള വേരിയന്റ് അത് നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. ഓക്കെ, ഓലയിലേക്ക് വരുമ്പോൾ സ്ലോപ്പി ഡിസൈനിലായിട്ട് നമ്മുടെ വണ്ടി വരുന്നത്. ഓലക്കുള്ള ആ ഡിസൈൻ ഉണ്ടല്ലോ, എല്ലാ ഓലക്കുള്ള ആ ഡിസൈൻ തന്നെയാണ് സെയിം നമ്മുടെ വണ്ടിയും വരുന്നത്. പിന്നെ ഫ്രണ്ട് പാർട്ടിലേക്ക് വരുമ്പോൾ ടയറൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കച്ചറ കൂടെ ഓടിച്ചുകൊണ്ട് അവർ കംഫർട്ട് കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു ടയർ തന്നെയാണ് ഓല ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബ്രേക്സും അതുപോലെ തന്നെ ഡ്രം ബ്രേക്കാണ് ഫ്രണ്ടും ബാക്കും ഈ വണ്ടിയിൽ വരുന്നത് കേട്ടോ. പിന്നെ സസ്പെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ ആദ്യത്തെ ഓലയിലൊക്കെ സിംഗിൾ സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ട്വിൻ സസ്പെൻഷനായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ തന്നെ നല്ല വിസിബിലിറ്റി ഉള്ള ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്. നൈറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ അപ്പുറത്തുള്ള വണ്ടിക്കാർക്ക് കാണുന്ന വിധത്തിൽ നല്ലൊരു ഇൻഡിക്കേറ്റേഴ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓലയുടെ ബ്രാൻഡിങ് ഉണ്ട് ഇവിടെ വരുന്നത്. പിന്നെ ഹെഡ് ലാമ്പ് വരുമ്പോൾ ഹെഡ് ലാമ്പ് അതുപോലെ തന്നെ നൈറ്റൊക്കെ നല്ല വിസിബിലിറ്റി ഉള്ള നല്ലൊരു ഹെഡ് ലാമ്പാണ്. പിന്നെ മിറേഴ്സ് പറയുമ്പോൾ ജസ്റ്റ് ഒരു ആവറേജ് മിറർ, ഒരു മീഡിയം ടൈപ്പ് മിഡിലായി നിൽക്കുന്ന മിററാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആക്സസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആക്സസിനേക്കാൾ കൂടുതലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള മാതിരിയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇവിടെ ആയിട്ട് ബാക്കിലിരിക്കുന്ന ആൾക്ക് ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ടാണ് നമ്മുടെ മോട്ടർ വരുന്നത് കേട്ടോ. ഇവിടെയാണ് മോട്ടർ വരുന്നത്. മോട്ടേഴ്സിൻ്റെ വയറും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ സിംഗിൾ സസ്പെൻഷനാണ് വരുന്നത് ബാക്കിൽ. പിന്നെ ബാക്കിൽ അതുപോലെ തന്നെ ഡ്രം ബ്രേക്ക് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇവിടെ ആയിട്ടാണ് ചാർജിങ് സോക്കറ്റ് വരുന്നത് കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഇത് ഓപ്പണായി വരും. ഇവിടെയാണ് ചാർജിങ് പോർട്ടായിട്ട് വരുന്നത്. ജസ്റ്റ് ടാപ്പ് ചെയ്താൽ അത് ക്ലോസ് ആവുകയും ചെയ്യും. ഇവിടെ ഒരു ബ്രാൻഡിങ് വരുന്നുണ്ട് S1X എന്നുള്ള. പിന്നെ ബാക്കിലത്തെ ഒരു വ്യൂ ഇങ്ങനെയാണ്. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ സ്റ്റാൻഡ് വലിയ ക്വാളിറ്റി ഇല്ലാത്ത സ്റ്റാൻഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമുക്ക് എവിടെയെങ്കിലും വണ്ടി നിർത്തി ഇരിക്കുമ്പോൾ എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് ഒന്ന് ചാരി ഇരിക്കുമല്ലോ, അതിനൊന്നും ഈ സ്റ്റാൻഡ് തീരെ ഒരു കപ്പാസിറ്റി ഇല്ല. പിന്നെ നമ്മുടെ വണ്ടിക്ക് സെൻട്രൽ സ്റ്റാൻഡും വരുന്നില്ല കേട്ടോ. നമ്മുടെ വണ്ടിയുടെ സെൻറ്റർ സ്പേസ്, കാലൊക്കെ ഉള്ള സ്പേസ് നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ടൊരു ഗ്യാസും കുറ്റിയൊക്കെ പോകുന്ന വിധത്തിൽ നല്ലൊരു സ്പേസ് ഓല ഈ വണ്ടിയിൽ നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടി വന്നിട്ട് ചെയിൻ ഡ്രൈവാണ്. സാധാരണ ഓലകളൊക്കെ ബെൽറ്റ് ആകുമ്പോൾ നമ്മുടെ വണ്ടി വന്ന് ചെയിൻ ഡ്രൈവിലാണ് വരുന്നത് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ സിറ്റിംഗ് പൊസിഷനിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഇത് റിവേഴ്സ് ബട്ടണാണ്. ഇത് റിവേഴ്സ് ബട്ടൺ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടിയിലുള്ളത് ക്രൂയിസ് കൺട്രോൾ ബട്ടൺ. പിന്നെ മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ. മോഡ് ചേഞ്ച് ചെയ്യുക പറയുമ്പോൾ ഇതിൽ 3 മോഡാണ് മെയിനായിട്ട് വരുന്നത്. എക്കോ മോഡ്, നോർമൽ മോഡ്, പിന്നെ അതുപോലെ തന്നെ സ്പോർട്സ് മോഡ്. പിന്നെ അതിന് താഴെയുള്ളത് ഇഗ്നിഷൻ ബട്ടണാണ്. ഇനി ആക്സിലേറ്റർ ഓപ്പോസിറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ചാൽ മുമ്പിലേക്ക് തിരിക്കുകയാണെങ്കിൽ റിവേഴ്സ് പോകാനുള്ളതും അതുപോലെ തന്നെ റീജനറേഷൻ ബ്രേക്കിങ്, നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യാതെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ആവും. ഓക്കെ, പിന്നെ ഈ പാർട്ടൊക്കെ നമ്മുടെ ഓല വന്നിട്ട് കവർ ചെയ്യാതെ നമുക്ക് തന്നിട്ടുള്ളത്. ഈ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് കുറേ കംപ്ലയിൻറ്റ് ഉണ്ടാവുന്നത് കേട്ടിരുന്നു. ഇതൊരു ബേസിക് വേരിയൻ്റ് ആയതുകൊണ്ടാണ് ഈ പാർട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഉള്ളത് കേട്ടോ. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഹൈ ബീമും ലോ ബീമും ബട്ടൺസ്, പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ഹോൺ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഹോണ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓല കൊടുത്തിട്ടുള്ളത് കേട്ടോ. നോക്കുകയാണെങ്കിൽ ടച്ച്ലെസ് ആയിട്ടാണ് നമ്മുടെ ഡിസ്പ്ലേ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ബേസിക് വേരിയൻ്റ് അത് തന്നെ. റൈറ്റ് സൈഡിൽ ഇവിടെ ബാറ്ററി പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ റേഞ്ച്, ഇതിപ്പോൾ നോർമൽ മോഡൽ ഇത് റേഞ്ച് 114 കിലോമീറ്റർ ഓടുന്നതാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ സ്റ്റാൻഡിലായതുകൊണ്ട് സ്റ്റാൻഡിൻ്റെ സിമ്പിൾ. പിന്നെ പാർക്കിഡാണ് വണ്ടി. പിന്നെ ഇത് ട്രിപ്പ് എത്ര കിലോമീറ്റർ എത്ര നമ്മൾ ഓടിയെന്നുള്ളത് ഒരു വലിയ ഉപകാരമില്ല. കാരണം ട്രിപ്പ് പറയുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ സാധാരണ വണ്ടിയിൽ നമ്മൾ എത്ര ഓടി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാമല്ലോ. അങ്ങനെ ട്രിപ്പ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. എത്ര കിലോമീറ്റർ നമ്മൾ ഒറ്റ റണ്ണിൽ ഓടിയെന്ന് മാത്രമേ ഈ ട്രിപ്പിൽ കാണിക്കുള്ളൂ. പിന്നെ നമ്മുടെ കിലോമീറ്റർ എത്ര കിലോമീറ്റർ മൊത്തം ഓടി എന്നുള്ളത്. പിന്നെ നമ്മുടെ ടൈം ഇൻഡിക്കേഷൻ, നമ്മുടെ സ്പീഡോമീറ്റർ. ഓക്കെ, പിന്നെ ഇവിടെ കീ സോക്കറ്റിന് താഴായിട്ട് ഫോൺ ഹോൾഡേഴ്സ്, 2 സൈഡിലും ഫോൺ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നടുവിലായിട്ട് സെൻറ്ററിൽ ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഡിക്കി ഓപ്പൺ ചെയ്യുന്നത് മറ്റു പോലെയുള്ളൊക്കെ ബട്ടൺസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മാനുവലായിട്ട് നമ്മൾ ഈ കീ ലെഫ്റ്റ് സൈഡിലേക്ക് സാധാരണ സ്കൂട്ടിലൊക്കെ ഉള്ള തന്നെ തിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിക്കി ഓപ്പൺ ചെയ്ത് വരും. ഡിക്കി നമുക്കൊരു 34 ലിറ്റർ കപ്പാസിറ്റിയാണ് വരുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ 2 ഹാഫ് സൈസ് 2 ഹെൽമെറ്റ്
ഇതിൽ പോകും. പിന്നെ സീറ്റ് നോക്കുകയാണെങ്കിൽ നല്ലൊരു അത്യാവശ്യം കംഫർട്ട്, ഒരു കുഷനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സീറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഇതുപോലെ തന്നെ ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ ബാക്കിലിരിക്കുന്ന ആൾക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ ഹൈറ്റ് നോക്കുമ്പോൾ എൻ്റെ ഹൈറ്റ് വന്നിട്ട് 5.9 ആണ്. എനിക്ക് ഈസി ആയിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. കുറച്ചുകൂടി ഹൈറ്റുള്ള ആൾക്കാർക്കായിട്ട് വണ്ടിക്ക് ഒരു ഷൂട്ട് ആവുന്നുണ്ടാവുക. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഓലയുടെ വിശേഷങ്ങൾ. നമ്മളിപ്പോൾ ഫസ്റ്റ് ജസ്റ്റ് ഒരു ഇംപ്രഷൻ വീഡിയോ എങ്ങനെയുണ്ട് വണ്ടി എന്നുള്ളത് മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ഇതിൻ്റെ റേഞ്ച്, അതുപോലെ തന്നെ എങ്ങനെ സ്പീഡ്, ടോപ്പ് സ്പീഡ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതൊരിക്കലും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല, അതിന് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേറെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.